ഇതേ നോക്കിയേ, കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലം കിടുക്കാച്ചി പ്ലോട്ട്. ഇത് 2 പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കും കേട്ടോ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2 പ്ലോട്ടായിട്ട് വാങ്ങരുത്. മൊത്തത്തിൽ ഈ 10 സെൻറ്റും ഒരുമിച്ച് തന്നെ വാങ്ങിക്കണം. ഇത്രയും നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി, റോഡ് ലെവലിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന പ്രോപ്പർട്ടി, പക്ക കരഭൂമി, അടിപൊളി പ്ലോട്ടല്ലേ. അപ്പോൾ ഈ പ്ലോട്ട് എവിടെയെന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം. ഞാൻ ഇപ്പോൾ പ്ലോട്ടിൻ്റെ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കഴക്കൂട്ടത്തിന് സമീപം കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറിയാണ്. നമ്മുടെ ഈ നിൽക്കുന്നത് കാട്ടായിക്കോണം ജംഗ്ഷനാണ്. അതായത് കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന മെയിൻ റോഡിൽ കാട്ടായിക്കോണം ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മുടെ ശ്രീകാര്യത്തേക്ക് പോകുന്ന വഴി, ഇവിടെ തന്നെ ബോർഡ് കാണാം, ശ്രീകാര്യം ചെമ്പഴന്തിയൊക്കെ പോകുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റോഡ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പോകുമ്പോൾ, അതായത് ഇവിടെ നിന്ന് ഒരു 50-60 മീറ്റർ പോകുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് റോഡ് കട്ടാവും. തൊട്ടടുത്തായിട്ടൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൂടെ ലെഫ്റ്റിലേക്ക് പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൽ നിന്നൊക്കെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് ശ്രീകാര്യത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് കാണുന്ന ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 2 വീടുകൾ കഴിഞ്ഞ് മൂന്നാമതായിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി, കുറേ വാഴകളൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർട്ടി. അത് കഴിഞ്ഞ ഉടൻ തന്നെ നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഈ ഒരു പ്ലോട്ടാണ് നമുക്ക് സെയിലിനുള്ളത്. ഇതിന് നമുക്ക് റോഡ് ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ റോഡിൻ്റെ വീതി നോക്കി, ഇത് നമ്മുടെ ആ വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവേ. അതിൻ്റെ സൈഡിലൂടെ ഇനി ഒരു ലോറി, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലോറികൾ പോവാം. അത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ അകത്തേക്ക് വീണ്ടും ഒരു വഴിയുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് 2 പ്ലോട്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി പ്രയോജനപ്പെടുത്തി ഇതിനെ 2 പ്ലോട്ടാക്കാൻ സാധിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ. പക്ഷേ ഇത് മൊത്തത്തിൽ നിങ്ങളൊരു 10 സെൻറ്റായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അതിനകത്താണ് ഈ വീട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല വിസിബിലിറ്റി ആയിരിക്കും. നല്ല നീറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ തൊട്ടടുത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയൊക്കെ ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റിന് വേണ്ടി എടുത്തേക്കുവാണ്. അതൊരു കമ്പനി എടുത്തേക്കുവാണ്. അപ്പോൾ ഉടനെ തന്നെ അതിനകത്ത് വില്ലാസ് എല്ലാം വരുന്നുണ്ടാവും. നല്ല പക്ക കരഭൂമിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട്, അതായത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് വന്നിട്ട് 7.5 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് കേവലം 200 മീറ്റർ, അതായത് നമ്മുടെ പോത്തങ്കോട് പോകുന്ന ആ ഒരു മെയിൻ റോഡിലെ കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അടിപൊളി ഭൂമി, മിസ്സാക്കല്ല്. നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും കിൻഫ്ര പാർക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് ഈസിലി ആക്സസിബിളാണ്. ഇവിടെ നിന്ന് കഴക്കൂട്ടം നമുക്ക് ഡിസ്റ്റൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ വരും. പക്ഷേ അത് നമുക്ക് ഡ്രൈവിംഗ് ടൈം നോക്കുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണ്. കാരണം അത്രയും വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു 5-6 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കിയത്. അത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ല വീതിയുള്ള റോഡാണ് അങ്ങോട്ടേക്കുള്ളത്. നമുക്കിവിടെ നിന്ന് എയർപോർട്ടാണെങ്കിൽ ഈസിലി കഴക്കൂട്ടം പോയി അവിടെ നിന്ന് എയർപോർട്ട് പോകാം, അതുപോലെ പോത്തങ്കോട് പോകാം. അങ്ങനെയൊക്കെയുള്ള പ്രൈം ലൊക്കേഷനാണ്. അതും പ്രൈസ് വന്നിട്ട് പ്രൈസ് ഫിക്സേഷനാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. അത്രയും നല്ല നീറ്റായിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലോട്ടിനൊക്കെ സുഖമായിട്ടൊരു 10 ലക്ഷം രൂപ വയ്ക്കാം കേട്ടോ. ആരായാലും കണ്ണുടച്ച് സെൻറ്റിന് 10 ലക്ഷം രൂപ പറഞ്ഞാലും കൊടുത്തിട്ട് പോകും. പക്ഷേ അവർ ചോദിച്ചിട്ടുള്ളത് കേവലം 7.5 ലക്ഷം രൂപ മാത്രമാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.